കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയെ ചൊല്ലിയുള്ള CPI ഭിന്നത പരസ്യമാകുന്നുണ്ട്. ഫാക്ടറി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ല എന്നാണ് AITUC കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ EC സതീശൻ പറയുന്നത്. മാത്രമല്ല NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ വളരെ ഗുരുതരമായ ഒരു പരാമർശം പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയിട്ടുണ്ട്. സ്വന്തം മന്ത്രിസഭാംഗങ്ങളെ ഉൾപ്പെടെ കൊല ചെയ്തയാളാണ് നരേന്ദ്രമോദി എന്നാണ് PC ചാക്കോ പ്രസംഗിച്ചത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ കോംട്രസ്റ്റ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട തർക്കം തന്നെ PC ചാക്കോ വളരെ ഗുരുതരമായ ഒരു പരാമർശം, ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു പരാമർശം നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നടത്തിയൊരു സാഹചര്യം കൂടി. ലക്ഷ്മി, ഏതു വിധേനയും വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ അപവാദ പ്രചരണം അല്ലെങ്കിൽ വിദ്വേഷ പരാമർശം നടത്തി ഈ LDF മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് പാളയത്തിലെ പട എന്ന പോലെ തന്നെ ഇടതുമുന്നണിക്കകത്ത് നിന്ന് CPIയുടെ തൊഴിലാളി സംഘടനയായ AITUCന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇടതുമുന്നണിക്കെതിരെ അല്ലെങ്കിൽ അവിടെ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. 15 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഒരു ഫാക്ടറിയാണ് കോംട്രസ്റ്റ്. കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയുള്ള ഒരു ഫാക്ടറിയാണ്. 1844-കളിൽ നിർമ്മിച്ച ആ ഫാക്ടറി 2009-ൽ പൂട്ടുകയായിരുന്നു. തൊഴിലാളി പ്രശ്നങ്ങളും നഷ്ടത്തിലാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പൂട്ടുകയായിരുന്നു. പിന്നീട് 2012-ൽ ആ കോംട്രസ്റ്റ് ഏറ്റെടുക്കാനുള്ള ബില്ലിന് നിയമസഭ അംഗീകാരം നൽകി. 2018-ൽ അതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ 2018-ൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ഓർഡിനൻസ് 6 വർഷമായിട്ടും അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് CPIയുടെ തൊഴിലാളി സംഘടനയായ AITUCന്റെ ജില്ലാ പ്രസിഡന്റ് EC സതീശൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കോഴിക്കോടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് NDA പുറത്തുവിട്ട NDAയുടെ പ്രചാരണ വീഡിയോയിലാണ് AITUCയുടെ ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് ഇടതുമുന്നണിക്കകത്തെ ഭിന്നതയാണ് പുറത്തു കൊണ്ടുവരുന്നത്. യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ EC സതീശൻ CPI ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ PC ചാക്കോ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ ഒരു വിമർശനം, സുപ്രീം കോടതി പോലും മോദിക്ക് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു വിഷയത്തിലാണ് പ്രധാനമന്ത്രിയെ കൊലപാതകിയായി ചിത്രീകരിച്ച് രക്തം പുരണ്ടവനെന്ന് പരാമർശിച്ചുകൊണ്ട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗുജറാത്ത് കലാപത്തിന്റെ ചോരക്കറ പ്രധാനമന്ത്രിയുടെ കൈകളിൽ ഉണ്ട് എന്നായിരുന്നു PC ചാക്കോയുടെ പ്രസംഗം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു കേസാണത്. അതിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളുകയും ഈ പ്രത്യേക അന്വേഷണ കമ്മീഷന്റെ നടപടിയെ സുപ്രീം കോടതി വീണ്ടും ശരിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സഹമന്ത്രിമാരെയൊക്കെ കൊന്നിട്ടാണ് പ്രധാനമന്ത്രി ഭരണത്തിലേക്ക് എത്തിയത് എന്നൊരു പരാമർശം കൂടെ PC ചാക്കോ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വർഗീയതയും വിദ്വേഷവും ഭിന്നിപ്പും പരത്തിക്കൊണ്ട് ഏത് രീതിയിൽ വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഈ PC ചാക്കോയുടെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.